സ്വാമി, കരിങ്കുട്ടിച്ചാത്തനെ മാത്രം ഉപാസിക്കുന്നു, വേറൊരു ചാത്തന്മാരെയും ഉപാസിക്കുന്നില്ല. വിധി എന്താണ്? ഓം ശ്രീ വിഷ്ണുമായ നമഃ. കരിങ്കുട്ടി സ്വാമിനെ ഉപാസിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം വിഷ്ണുമായ ചാത്തനെ നമ്മൾ ഉപാസനാ ശക്തിയായിട്ട് നമ്മൾ കൊണ്ടുനടക്കണം. അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ കരിങ്കുട്ടിയുടെ ഉപാസന എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് ദേവി, മലപ്പുറം ഭാഗങ്ങളിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവിയുടെ ശക്തിയുണ്ട്. ആ ശക്തിനെ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് എന്തായാലും കരിങ്കുട്ടീനെ അതിൻ്റെ ഉപദേവതയായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവായനെ കൊണ്ടു നടക്കുമ്പോൾ വിഷ്ണുവായ ഉണ്ടെങ്കിൽ അവിടെ കരിങ്കുട്ടിയുണ്ട്. നമ്മളെന്താ പറയുക, കരിങ്കുട്ടി ഏറ്റവും മൂത്ത ചാത്തനായിട്ടും ഏറ്റവും ഇളയ ചാത്തനായിട്ടും വിഷ്ണുവായനെ കാണുന്നത്. അത്രയും ശക്തമായിട്ടിരിക്കുന്ന ചാത്തന്മാരെ നമ്മൾ കൊണ്ട് നടക്കുന്ന സമയത്ത് വിഷ്ണുവായ കൂടെ ഇല്ലാതെ കരിങ്കുട്ടീനെ കൊണ്ടു നടക്കുന്നത് നല്ലതല്ല. അത് നമ്മുടെ കുടുംബത്തിനും നമുക്കും നമ്മുടെ തൊഴിൽ അതേമാതിരി തന്നെ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾക്കും നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന റൗണ്ടാണ്. ആ റൗണ്ടിന് മൊത്തം പ്രശ്നമാണ്. എവിടെ ചെന്നാലും അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്, വിഷ്ണുമായയുടെ ശക്തി ഇല്ലാതെ ഒരു കാരണവശാലും ആരും കരിങ്കുട്ടിയുടെ ഉപാസന ചെയ്യരുത്. അറിയില്ലെങ്കിൽ ആ പരിപാടിക്ക് നടക്കണ്ട. വിഷ്ണുമായനെ പറ്റി പരിപൂർണമായിട്ട് മനസ്സിലാക്കി ഏതെങ്കിലും ഗുരുമുഖത്ത് നിന്ന് മന്ത്രവും കാര്യങ്ങളും മേടിച്ച് കൃത്യത്തോടു കൂടി തന്നെ മന്ത്രജപവും കാര്യങ്ങളും നടത്തിയതിന് ശേഷം അതിൻ്റെ ഒരു ശക്തി വന്നത്, ആ ശക്തി വരാനായിട്ട് കുറേ സമയം എടുക്കും. ആ ശക്തി വന്നതിന് ശേഷം മാത്രം കരിങ്കുട്ടീനെ കൊണ്ടു നടക്കുക. ഇല്ലാതെ പെട്ടെന്ന് മാറ്റം വരുമെന്നും പറഞ്ഞുകൊണ്ട് കരിങ്കുട്ടിയുടെ ഉപാസന എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ നാശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തരും. ഓം ശ്രീ വിഷ്ണുവായ നമഃ. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാവരും.